കെ പി നൗഷാദ് അലി, ഇവിടെ എനിക്കറിയാവുന്ന തൊഴിലുറപ്പിന് പോകുന്ന ചേട്ടനുണ്ട് എന്ന് പറഞ്ഞാൽ ഒട്ടും വയ്യ, പാവ മനുഷ്യനാണ്. ആ ചേട്ടന് എന്താണ് ഇതിന് പോയി മാസം കിട്ടുന്ന പണമുണ്ട്. എൻ്റെ ജോലി ചെയ്ത പൈസ അക്കൗണ്ടിലേക്ക് വരുമ്പോൾ അദ്ദേഹം ഉപയോഗിക്കുന്നത് വലിവ് രോഗമുള്ള ആളാണ്. ഇൻഹേലറിന് അടിക്കുന്ന ആ മരുന്നുണ്ടല്ലോ, അത് കുറച്ച് നാളത്തേക്ക് ബൾക്കായിട്ട് വാങ്ങാൻ ആ പണം ഉപയോഗിക്കുന്നു. ആ പൈസയ്ക്ക് കൊച്ചുമക്കൾക്ക് 2 പഴംപൊരി വാങ്ങിച്ചു കൊടുക്കാൻ ആഗ്രഹിക്കുന്ന, എന്തെങ്കിലും ഒരു സാധനം വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്ന കുറേ അധികം മനുഷ്യർ അവിടെ ഉണ്ട്. ഈ അടുത്ത കാലത്ത് വരെ അതിൻ്റെ പോലും കൂലി മുടങ്ങുന്ന പശ്ചാത്തലമുണ്ട്. അത് വന്നോ എന്നാലും എനിക്കറിയില്ല. ആശാ വർക്കർമാർ, ഉച്ചക്കഞ്ഞി വെക്കുന്നവർ, അങ്ങനെ ഒരു സമൂഹം എന്നുള്ള നിലയ്ക്ക് ഏറ്റവും കൂടുതൽ കരുതലോടെ എത്ര മനുഷ്യരെ ചേർത്ത് പിടിക്കണോ ആ മനുഷ്യരുടെ അടക്കയും ഇത്രയും ദുരിതത്തിലായിരിക്കെ ഒരു സമൂഹം എന്നുള്ള നിലയിൽ, ഒരു പ്രതിപക്ഷം എന്നുള്ള നിലയിൽ അതിനിയും ഉറപ്പാക്കാൻ, ഇനിയും ഒരു ആത്മഹത്യ ഉണ്ടാവാതിരിക്കാൻ ഒരു പ്രതിപക്ഷത്തിന് ചെയ്യാൻ കഴിയുന്ന ചിലതുണ്ട്. അത് പ്രതിപക്ഷം ചെയ്യുന്നുണ്ടോ കെ പി നൗഷാദ് അലി? അഷ്മി, ഇവിടെ പ്രതിപക്ഷ പാർട്ടികൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് നിങ്ങളൊക്കെ ഒരു നിർദ്ദേശമായിട്ട് വെച്ച് കഴിഞ്ഞാൽ ഞാനത് വിലയിരുത്തിക്കൊണ്ട് അതിലൊരു അഭിപ്രായം പറയാം. കാരണം ഇവിടെ ഏത് സമയത്തും ഇവിടെ തെരുവിലാണ് കേരളത്തിലെ യൂത്ത് കോൺഗ്രസ്സുകാരും KSUക്കാരും. അവരുടെയൊക്കെ തലയോട്ടിക്ക് അടി കിട്ടിയിട്ട് ഇൻറ്റേർണൽ ബ്ലീഡിങ് വന്ന് ശസ്ത്രക്രിയക്ക് വിധേയരായ ആളുകളുടെ എണ്ണം 1/2 ഡസൻ്റെ അടുത്താണ്. ഇത്തരത്തിൽ ഇവിടുത്തെ യുവാക്കളും വിദ്യാർത്ഥികളൊക്കെ തെരുവിൽ തന്നെയാണ്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇന്ന് തന്നെ സമരങ്ങൾ നടന്നു. നാളെ മുതൽ വലിയ തോതിലുള്ള പ്രതിഷേധങ്ങൾ ഇവിടെ നടക്കുകയാണ്. പിന്നെ CPMൻ്റെ ശൈലിയിലൊക്കെ പൊതുമുദ്ര നശിപ്പിച്ചു പാവപ്പെട്ട ചെറുപ്പക്കാരെയൊക്കെ രക്തസാക്ഷികളാക്കിയും അക്രമം മാത്രം മുഖമുദ്രയാക്കിയൊന്നും സമരം നടത്തുന്നൊരു പാരമ്പര്യം ഞങ്ങൾക്കില്ല. ഞങ്ങൾക്ക് കഴിയാവും വിധം ജനങ്ങളുടെ പ്രതിഷേധത്തെ ഏകോപിപ്പിക്കാനും പ്രതിനിധീകരിക്കാനും ഒക്കെ ശ്രമിച്ചു തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് നിങ്ങൾക്കിനി അത് ഒന്നുകൂടി ഗുണപരമായിട്ട് വല്ല മാറ്റങ്ങളൊക്കെ വരുത്താനുണ്ടെങ്കിൽ ആ നിർദ്ദേശങ്ങളൊക്കെ തീർച്ചയായിട്ടും സ്വാഗതാർഹം തന്നെയാണ്. ഇവിടെ ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞുതരാം. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതുപോലൊരു കെട്ടകാലത്ത് ജീവിക്കേണ്ടി വരുന്ന വലിയൊരു ഗതികേടിലാണ് കേരളത്തിലെ മനുഷ്യർ. കാരണം കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം GDP തൊട്ട് ദാരിദ്ര്യ ലഘൂകരണം വരെ വ്യാജ ഫോർമുലകളും കള്ളക്കണക്കുകളും ഉണ്ടാക്കിയിട്ട് കൂട്ടിപ്പെരുപ്പിച്ച് പറഞ്ഞ് ആളുകളെ പരസ്യമായിട്ട് പറ്റിക്കുകയാണ്. അതുപോലെ തന്നെ നിങ്ങൾ പറഞ്ഞ ഈ തൊഴിലുറപ്പ് പദ്ധതി, ഇത് UPA ഗവൺമെൻറ് കൊണ്ടുവന്നതാണെന്നും അതിൻ്റെ മുന്നിൽ MG എന്ന 2 അക്ഷരമുണ്ട് എന്നുള്ളത് കൊണ്ടും അതിൻ്റെ കഴുത്ത് പിടിച്ച് ഞെരിച്ച് അതിനെ ഒരു ജീവച്ഛവമാക്കി മാറ്റിയിരിക്കുകയാണ് ഈ BJP സർക്കാർ. അവർക്ക് ഈ രാഷ്ട്രീയ വൈരനിര്യാതന ബുദ്ധിയാണ്. ആ പദ്ധതിയുടെ പേര് മാറ്റിയിട്ടെങ്കിലും അതിനെ ഒന്ന് നേരാം വണ്ണം ഫണ്ടുകൾ അലോട്ട് ചെയ്ത് നിലനിർത്തിയിരുന്നെങ്കിൽ ഈ രാജ്യത്ത് ഇത്രമാത്രം പട്ടിണി മരണങ്ങൾ ഉണ്ടാവില്ല. ഈ നാട്ടിലെ ജനങ്ങൾ ദാരിദ്ര്യരേഖ കീഴിലേക്ക് കൂട്ടത്തോടെ വന്ന് പതിക്കുകയില്ലായിരുന്നു. ഇവിടെ തൊഴിലില്ലായ്മയുടെ നിരക്ക് ഇങ്ങനെ കുത്തനെ വർദ്ധിക്കുകയില്ലായിരുന്നു. എല്ലാ പദ്ധതികളുടെയും പേര് മാറ്റിയിട്ടാണല്ലോ. നേരത്തെ പറഞ്ഞു IAY PMAY ആയി എന്നൊക്കെ പറഞ്ഞതുപോലെ എല്ലാത്തിൻ്റെയും പേര് മാറ്റി സ്വന്തമാക്കുന്ന കൂട്ടത്തിൽ ഇതെങ്കിലും ചെയ്തിട്ട് ആ ഒരു നിങ്ങളുടെ ഈഗോയെ തൃപ്തിപ്പെടുത്തിയിട്ടെങ്കിലും ഇതിനെ നിലനിർത്തിയിരുന്നുവെങ്കിൽ ഈ രാജ്യത്തെ ലക്ഷോപലക്ഷം പാവപ്പെട്ട മനുഷ്യരുടെ അന്നം ഞാനൊരു ഉത്തരം പറഞ്ഞോട്ടെ ലക്ഷ്മി. കേരളത്തെ സംബന്ധിച്ച് കഴിവുകെട്ട ഒരു സർക്കാർ. എനിക്ക് ഇടവേളയ്ക്ക് പോകുന്നതിന് മുമ്പ് എന്ന് പറഞ്ഞാൽ ഇന്നിപ്പോ എന്താണ്, ഇന്ന് പ്രതിപക്ഷ സംഘടനകളുടെ ഉദ്യോഗ സംഘടനയുടെ സമരമായിരുന്നു. എന്തിനാണ്? ക്ഷാമബത്ത് കിട്ടുന്നില്ല എന്ന്. ശമ്പളം കിട്ടിയിട്ടാണ്. ഇവിടെ ക്ഷേമ പെൻഷൻ കിട്ടാതെ 1600 രൂപ മനുഷ്യൻ മരിക്കുന്നു. അപ്പോഴാണ് ക്ഷാമബത്ത. തിരികെ എത്താം ഇടവേളയ്ക്ക് ശേഷം.